SSLC +2 റിസൾട്ടുകൾ വന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ പല കോഴ്സുകൾക്കും അഡ്മിഷൻ എടുക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരു സംശയം, ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ഞാൻ ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഞാൻ ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഞാൻ ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ സയൻസ് എടുക്കണോ, കൊമേഴ്സ് ആണ് എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കേണ്ടത്, ഏത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത്, എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഞാൻ സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം. ഇതിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഒരുപോലെ കൺഫ്യൂഷൻ നേരിടുന്ന സമയമാണ്. ഇതിനെന്താണ് പരിഹാരം? എങ്ങനെയാണ് നമ്മൾ സ്ട്രീം സെലക്ട് ചെയ്യുക? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമുക്ക് ഫുൾ A+ കിട്ടിയതാണോ? ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കുക. അതിൽ ഒരു A+ കുറവുണ്ടെങ്കിൽ അത് കൊമേഴ്സ് എടുക്കുക. കുറച്ചും കൂടെ കുറവാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് എടുക്കുക. ഇതാണോ അതിൻ്റെ രീതി? ശരിയായ രീതിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക്, കൺഫ്യൂഷനുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ എടുക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ +2 കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള തുടർ പഠനം ഏത് രീതിയിലാണ്, ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ്? എങ്ങനെയാണ് നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്? ഏത് കോഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്? സ്ട്രീം എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവാവുന്ന, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകാവുന്ന ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാനൊരു വീഡിയോ സീരീസ് ആരംഭിക്കുന്നുണ്ട്. എൻ്റെ പേര് മുനീർ മണ്ണിൽത്തൊടി, കരിയർ മാപ്പിംഗ് എക്സ്പേർട്ടാണ്. ഈ മേഖലയിൽ നമുക്കുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും തുടർന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാൻ പറ്റുകയും കരിയറിൽ നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, കാണാം. നിങ്ങളുടെ മുഴുവൻ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സീരീസിൽ കാണാം. ഓക്കെ, താങ്ക് യു.